പാഠം 224. ഒരു പായസമുണ്ടാക്കിയ കഥ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. സാർ, ഓണം വരുന്നല്ലേ ഉള്ളൂ. ഇല്ല, ആഘോഷം തുടങ്ങിയിട്ടില്ല. ഇന്നിവിടെ ആഫീസ് ഉണ്ടല്ലോ. നാളെ വേണം ഓണം ആഘോഷിക്കാൻ. യാത്രയൊന്നുമല്ല. ഭാമ തരക്കെട്ടില്ലാതെ പാചകം ചെയ്യും. പക്ഷേ എല്ലാറ്റിനും എൻ്റെ ഒരു മേൽനോട്ടുണ്ടല്ലോ സാർ. പിന്നെ ഞാൻ പാചകത്തിൽ വലിയൊരു എക്സ്പെർട്ട് ആണല്ലോ സാർ. ഭാമ പറയുന്നത് സാക്ഷാൽ നളൻ കഴിഞ്ഞാൽ പിന്നെ മോഹനേട്ടനാണ് എന്നാണ്. സാറിന് ഈ പാചകം ഒന്നും അറിയില്ലല്ലേ? സാറ് സത്യം പറഞ്ഞത് മോശമാണ് കേട്ടോ. നമ്മൾ ആണുങ്ങളായാൽ അടുക്കം ആരോ വന്നെന്ന് തോന്നുന്നു. വിളിക്കാം. ആരായിരുന്നു? തഹസിൽദാരല്ലേ? പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. തഹസിൽദാരെ വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ട്. അപ്പോ നളന് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ഒരുപാട് കിടന്നങ്ങ് ഉരുളുണ്ട. പറ, അടുക്കള കയറി എന്തൊക്കെ ഉണ്ടാക്കാൻ നളൻ അറിയാം? എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ പറയുകയാണ് ഭാമ തരക്കേടില്ലാതെ പാചകം ചെയ്യും, പക്ഷെ വില്ലേജ് ഓഫീസറുടെ മേൽനോട്ടം ഉണ്ടാവുന്ന. ഞാൻ തഹസിൽദാരോടല്ലേ പറഞ്ഞത്, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ 4 കൊല്ലമായി വെച്ച് വിളമ്പി തരുന്ന എനിക്ക് കഷ്ടി പാചകം അറിയാം. അടുക്കളയിൽ കയറി ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇന്ത്യയിലെ ഒരേ ഒരാളായ മോഹനേട്ടൻ വലിയ നളൻ. ഇത്തവണ എന്തായാലും ഈ നളന്റെ പാചകം ഞാനൊന്ന് കാണട്ടെ. ഓണത്തിന് ഒരു വസ്തു ഞാനായിട്ടുണ്ടാക്കില്ല. ഇതിലിപ്പോ നീ ഇത്ര ചൂടാൻ വേണ്ടിയൊന്നുമില്ല. നിനക്ക് പാചകം കുറച്ചേ അറിയാവൂ എന്ന് നിന്നെ പരിചയമുള്ള ഒരാളോടല്ലോ ഞാൻ പറഞ്ഞത്. പിന്നെന്താ? എന്തായാലും ഈ കേസ് ഞാൻ വിടുന്ന പ്രശ്നമില്ല മോഹനേട്ടാ. മോഹനേട്ടൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കാതെ ഞാൻ ഇനി അടുക്കളയിൽ കയറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞാൻ ഇപ്പൊ അടുക്കളയിൽ കയറിട്ട് എന്തുണ്ടാക്കാനാ? അതാണ്, ഒന്നും അറിയില്ല. എന്നിട്ടാണ് തഹസിൽദാരുടെ അടുത്ത് വലിയ വായിൽ വർത്താനം പറഞ്ഞത്. മോഹനേട്ടാ, ഇത്തവണ ഞാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. ഒന്നെങ്കിൽ മോഹനേട്ടൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് സമ്മതിച്ച് ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കുക. ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. അയ്യോ, അതെന്നോട് സമ്മതിച്ചാ പോരാ, തഹസിൽദാരോട് സമ്മതിക്കണം. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. മോഹനകൃഷ്ണൻ തഹസിൽദാരോട് ഒരു വാക്ക് പറഞ്ഞ വാക്കാ, അത് മാറില്ല. മാറില്ലെന്ന് പറഞ്ഞാൽ മാറില്ല. ആഹാ, ഇന്നിങ്ങ് വാ. ഇത്തവണ സാറിന് അടുക്കള കയറ്റാൻ പറ്റുമല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിക്ക് സാറേ, എന്തെന്ന് ഇന്ന് വൈകിയാ? മണി ഏതാണ്ട് 9:45 എങ്ങനെ വൈകാതിരിക്കും? രാവിലെ ആഫീസിലേക്ക് പോകാൻ നേരത്ത് വെറുതെ വടക്കൊണ്ടാക്കാൻ വന്നാലോ? ഭാമയുടെ ധാരണ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണെന്നാണ്. ഈ അടുക്കളയിൽ കയറിയിട്ട് സാറേ, ഈ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണെന്ന് ഞാൻ പറയൂല, പക്ഷെ അതൊരു കാര്യമാണ് സാറേ. ഞാൻ വക്കീലിന്റെ ഭക്ഷണം പിടിക്കുകയാണെന്ന് കരുതരുത്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് സാർ ചായ കുടിക്കുന്ന ഒരാളാണല്ലോ, അപ്പൊ ഒരു ചായ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ സാർ ചോറ് തിന്നുന്ന ആളാണല്ലോ, അപ്പൊ ചോറുണ്ടാക്കാൻ പഠിച്ചിരിക്കണം. അതൊക്കെ പോട്ട്, ഇന്ന് എന്തായിരുന്നു പ്രശ്നം? ഉത്തമ, ഓണത്തിനുണ്ടാക്കുന്ന വിഭവങ്ങളെ പറ്റി ഞാൻ ഭാമയോട് പറയുകയായിരുന്നു. അപ്പൊ അവൾ പറയുക, ഈ പറയുന്നതൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ മതിയെന്ന്. അങ്ങനെയാണോ പറയേണ്ടത്? വക്കീൽ സാറിനെ ചീത്തയെന്ന് വിളിച്ചില്ലല്ലോ. പിന്നെ വക്കീല് പറഞ്ഞാൽ അത്ര തെറ്റൊന്നും പറയാൻ പറ്റൂല സാറേ. ഈ പെണ്ണുങ്ങളാണ് വീട്ടിൽ അടുക്കള ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതല്ല ഉത്തമ, ബാക്കിയൊക്കെ ഞാൻ ക്ഷമിക്കുമായിരുന്നു. അവസാനം അവളിനോട് ഒരു വർത്താനം, എന്ത് ഈ പറഞ്ഞതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം, പക്ഷേ ഞാൻ
അവള് ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ജീവിക്കുന്നതെന്ന്. അല്ല, അതിപ്പോ കാര്യങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെയാണല്ലോ. വക്കീലൊന്നും ഉണ്ടാകാതിരുന്ന സാറ് പട്ടിണിയാവുമല്ലോ. ഓ, അപ്പോ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പട്ടിണിയായിരുന്നു. അന്ന് സാറിന്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കി തന്നു ഇല്ലേ? എന്റെ സാറേ, വക്കീലിന്റെ ആക്ഷേപം ഒരൊറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാന്നുള്ളതേ ഉള്ളൂ. സാറൊന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം. ഒരു ദിവസം സാർ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കി അത് വക്കീലിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ അതോടെ വക്കീലിന്റെ അഹങ്കാരം? സാറേ, സാറിന് ചെറുതായിട്ടൊക്കെ പാചകം അറിയാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറിന് എന്ത് വേണമെങ്കിലും പറയാം. തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ, ആമേ ഞാൻ ഉണ്ടാക്കിയ അവിയൽ നീ കഴിച്ചിട്ടില്ലേ, അത്ര രുചിയില്ലല്ലോ ഇതിന് എന്നൊരൊറ്റ കാച്ച് വക്കീൽ ഡിം. ഞാൻ അവിയലുണ്ടാക്കാം? എനിക്കറിയില്ല. അതിനിപ്പോ അത്ര അറിയാൻ തോന്നിരിക്കുന്നത്. ആദ്യം കുറച്ച് പച്ചക്കറി എടുക്കുക. അതായത് അമരയ്ക്ക, വെണ്ടയ്ക്ക, കത്തിരിക്ക, പടവലയ്ക്ക, വെള്ളരിക്ക. അവിയല് റെഡി. എന്താ പറയുന്നു? ഇത് നടക്കൂല. കുറച്ചുകൂടി എളുപ്പമുള്ള പറയാ. ഉണ്ടാക്കാൻ എളുപ്പം വഴക്കുണ്ടാക്കാം. അല്ല പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ അറിയാമോ? സാമ്പാർ എങ്ങനെ? ആദ്യം ഇതേപോലെ കുറെ പച്ചക്കറി എടുക്കാം. ഇതിങ്ങനെ തിളച്ചു വരുമ്പോ പെട്ടെന്ന് പോയാ തരേ ഇത്രേ ഉള്ളൂ സാമ്പാർ. അത് ശരിയാവില്ല. ഭയങ്കര പാടാ അത്. കുറച്ചുകൂടി എളുപ്പമുള്ള ഞാൻ പറയാം. ഏറ്റവും എളുപ്പം ചൂടുവെള്ളം ഉണ്ടാക്കാം. മതിയാ സാറേ? ചോറുണ്ടാക്കാം. കുറച്ച് അരി എടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചൊരു പാത്രത്തിലിട്ടാൽ മാത്രം മതി. ചോറ് റെഡിയായി. ഓക്കെ. പക്ഷേ അതിൽ എന്റെ ഒരു വില്ലേജ് ഓഫീസറുടെ സാമർഥ്യം കാണിക്കാൻ പറ്റില്ലല്ലോ. ചോറിനകത്തല്ലേ? എന്നാ പിന്നെ ചായ ഉണ്ടാക്കാം. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാമേ, ഒരു കലവഞ്ഞ. അതൊക്കെ എനിക്ക് അറിയാം ഉത്തമ. പിന്നെ പക്ഷെ ചായയും ഒരു സാധാരണ സംഭവമല്ലേ? പുതുമയുള്ള വേറെന്തെങ്കിലും? പുതുമയുള്ളത് ഉണ്ട് സാറേ. ഐഡിയ ഉണ്ട്. സാർ വൈകിട്ട് ആഫീസ് വിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ വരും. ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. എന്ത്? സാർ ധൈര്യമായിട്ടിരുന്നോ. വളരെ കുറച്ചധ്വാനം, സാമർത്ഥ്യം തീരെ വേണ്ട. നല്ല ഒന്നാം തരം ഒരു സാധനം. അതിന് വക്കീല് വീണിരിക്കും. അപ്പൊ വൈകിട്ട് കാണാം. ധൈര്യമായിട്ട് പോന്നേ, ഞാനല്ലേ പറയുന്നേ. എന്നാൽ എന്തായിരിക്കും ആ സാധനം? എങ്ങനെ അവിടെ തോൽപ്പിക്കണം? അയ്യോ,